ഇമാം ശറഫുദ്ദീൻ ബൂസൂരി എന്ന് പറയുന്ന പ്രണയത്തിന്റെ രാക്കുയിൽ ബുർദ ശരീഫിൽ കാവ്യ കവനം തീർത്തത് ആ നൂറായ നബിയുടെ മദ്ഹിനെയാണ്. അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന നിലാമഴ പോലെ റസൂലുള്ളാന്റെ മദ്ഹ് എഴുതിയ വിത്രിയ എന്ന പ്രവാചക പ്രണയകാവ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നൂറ് മുഹമ്മദ് മുസ്തഫ. ഉമറുൽ ഖാഹിരി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്നേഹത്തിന്റെ കൽഹാര പുഷ്പങ്ങൾ വാരി വിതറിയ അല്ലഫൽ അലിഫിൽ നിറഞ്ഞു നിൽക്കുന്നത് നൂറായ മുഹമ്മദ് മുസ്തഫ. കാക്കത്തറവാടിന്റെ രാജകുമാരൻ പ്രണയത്തിന്റെ രാക്കുയിലേ മഹാനായ ഉമർ ഖാലി എഴുതി വെച്ച യാ അക്രമൽ ഖുറമയിൽ നിറഞ്ഞു നിൽക്കുന്നത് നൂറായ മുഹമ്മദ് മുസ്തഫ. നമ്മൾ പ്രസംഗിക്കുന്നത് നീതിമാനായ നബിയെ കുറിച്ചാ, നമ്മൾ വഅദ് പറയുന്നത് കാരുണ്യവാനായ നബിയെ കുറിച്ച് മാത്രമാ. അത് തിരിച്ചറിയാതെ പോകരുത്. അത് മുത്തുനബിയുടെ സവിശേഷതകൾ തന്നെയാണ്. പക്ഷെ അതിനപ്പുറം മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് നൂറ് നമുക്ക് തിരിച്ചറിയുകയുള്ളൂ മോമിനീങ്ങളെ. അതാണ് ഉവൈസുൽ ഖർനി. റസൂലുള്ളാഹിനെ നേരിട്ട് കാണാതെ പുണ്യനബിയുടെ മദീനയിൽ വന്നിട്ട് ഹബീബിനെ കാണാൻ കഴിയാതെ മടങ്ങുമ്പോ ആയിഷ ബീവിയോട് പറഞ്ഞില്ലയോ, ഉമ്മാ റസൂലുള്ളാഹിനെ കാണാൻ വന്നതാ, ഇവിടെ നിൽക്കാൻ എന്റെ ഉമ്മയുടെ അനുവാദമില്ല, എനിക്ക് തിരിച്ചു മടങ്ങണം. ഉവൈസ് വന്നു എന്നൊന്ന് പറയണേ. അന ഉവൈസ് മിൽ ഖറൻ, ഞാൻ ഖറൻ ദേശക്കാരനായ ഉവൈസാ എന്ന് പറഞ്ഞ് തിരിച്ചു പോയില്ലേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ പറഞ്ഞു കൊടുത്തു, മുത്തുനബിയെ ഖറനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു, അങ്ങില്ലെന്ന് പറഞ്ഞപ്പോ വാ വിട്ട് കരഞ്ഞിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. കാത്തിരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ മറുപടി എന്താ? ആയിഷ, ഈ ലോകത്തിന്റെ പ്രണയഭാവം മുഴുവൻ, സ്നേഹത്തിന്റെ കനം മുഴുവൻ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് എന്റെ പാവം ഉവൈസിനെ മറുതട്ടിൽ വെച്ച ഉവൈസിന്റെ ഭാരമാ കൂടി നിൽക്കുക എന്ന് റസൂലുള്ള മദ്ഹ് പറഞ്ഞ അലിയാരോടും ഉമർ തങ്ങളോടും പറഞ്ഞില്ലയോ, നിങ്ങൾ എന്തെങ്കിലും എന്റെ വഫാത്തിന് ശേഷം ഉവൈസിനെ ഒന്ന് കാണണേ, നിങ്ങൾ യമനിലൊന്ന് പോകണേ, ഖറനിൽ ഒരു ഉവൈസ് ഉണ്ട്, അയാളെ നിങ്ങൾ കണ്ടെത്തണം. 1 രൂപയുടെ വട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർശ്വത്തില് ഒരു സീൽ വെക്കപ്പെട്ടിട്ടുണ്ട്, പേര് ഉവൈസ് എന്ന. അദ്ദേഹത്തെ കണ്ടാല് എന്റെ സമുദായത്തിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയണേ. അസ്സലാമു അലൈക്കും എന്ന എന്റെ സലാം പറയണേ എന്ന് റസൂലുള്ള വസിയത്ത് ചെയ്ത മഹാനാണ് ഉവൈസുൽ ഖറൻ. റസൂലുള്ള ദുആ ചെയ്യാൻ പറഞ്ഞ ആള് ആലോചിച്ചോക്കി. മുത്തുനബിക്ക് ദുആ ചെയ്താ പോരെ, ഉവൈസിനോട് ദുആ ചെയ്യാൻ പറയണമെങ്കിൽ അദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് നിങ്ങൾ പറയണ്ട. അബൂ ഉമർ തങ്ങളും അലിയാർ തങ്ങളും ഒമാനിൽ പോയപ്പോ, യമനിൽ പോയപ്പോ ചോദിച്ചു, അയിന ഉവൈസ്, ഉവൈസ് എവിടെ? അവര് പറഞ്ഞു, ഉമറേ, അലി, നിങ്ങൾ ചോദിക്കുന്ന ഉവൈസ് ഈ നാട്ടുകാരനല്ല. അതെന്താ, ഈ നാട്ടിൽ ഉവൈസ് എന്ന് പറഞ്ഞ ഒരാളില്ലേ? ഉണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ആളൊന്നുമല്ല, അയാളൊരു പിരാന്തനാ. മദീനയുടെ ഗവർണറാണ്, മദീനയുടെ പ്രസിഡന്റാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് വന്ന് ചോദിക്കാൻ മാത്രം ഒരാൾ ഈ നാട്ടിലില്ല. ഇവിടെയുള്ളത് മജ്നൂനാണ്, ഭ്രാന്തനാണ്. അയാൾ എന്തിനാ നിങ്ങൾക്ക്? കാണിച്ചു തരൂ. മലഞ്ചെരുവിൽ ആട്ടിൻപറ്റങ്ങൾക്ക് പിറകിലൂടെ കാലിൽ ചെരുപ്പിടാതെ ചപ്രച്ച തലമുടിയുമായി കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി പുണ്യനബിയുടെ മദ്ഹ് പാടി നടക്കുകയാണ്.
സാന്ദ്രമായ പുള്ളുവൻ പട്ടുപോലെ ഖർനിന്റെ താഴ്വരകളിൽ ഉവൈസിന്റെ സ്വനപേട്ടകങ്ങൾ ഉതിർക്കുന്ന മദ്ഹഗീതം. അവർ ചെന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞ ഉടനെ ഉവൈസുൽ ഖർനി തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഉമർ. സലാം അടക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഖാക്കളല്ലേ? ജീവിതത്തിൽ ഒരിക്കലും ഉവൈസുൽ ഖർനിയെ ഇവർ ഉവൈസുൽ ഖർനിയെയോ കണ്ടിട്ടില്ല. മുഅ്മിനീങ്ങളെ, കണ്ടിട്ടില്ല. തിരിച്ചറിഞ്ഞു. ബസീറത്തിന്റെ കണ്ണുകൊണ്ട്, സിക്സ് സെൻസ് കൊണ്ട്, ആറാം ഇന്ദ്രിയം കൊണ്ട് തിരിച്ചറിഞ്ഞു. അബൂബക്കറിനെയും ഉമറിനെയും കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ഉവൈസ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട ആളുകളല്ലേ? നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട ആളുകളല്ലേ? അബൂബക്കർ തങ്ങളുടെ, ഉമർ തങ്ങളുടെ, അലിയാർ തങ്ങളുടെ രണ്ട് കണ്ണിന്റെ മുകളിൽ ചുംബിച്ചു ഉവൈസുൽ ഖർനി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണുകൾ മുബാറക്കായ കണ്ണാൻ, ഇതെന്റെ ഹബീബിനെ കണ്ട കണ്ണാൻ, എന്റെ ഹബീബിനെ കണ്ട കണ്ണാൻ. തരുതര ചുംബിച്ചു അലിയാർ തങ്ങളുടെ, ഉമർ ഫാറൂഖിന്റെ രണ്ട് കണ്ണുകളിൽ ചുംബിച്ചു ഉവൈസുൽ ഖർനി. യമനിൽ ഏതെങ്കിലും കച്ചവട സംഘം വന്നാൽ മലഞ്ചെരുവിൽ നിന്ന് ഓടി വരും ഉവൈസ്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ മദീനയിൽ നിന്നാണോ? ചിലര് പറയും, അല്ല, ഞങ്ങൾ ഷാമിൽ നിന്നാ, യമനിൽ നിന്ന്. നിങ്ങളിൽ ആരെങ്കിലും മദീനക്കാരുണ്ടോ? ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കും, ചോദിക്കും, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ചിലര് പറയും, ഞങ്ങൾ ഹബീബിനെ കണ്ടിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് കണ്ണുകളിൽ ചുംബിക്കും ഉവൈസുൽ ഖർനി, നിങ്ങൾ എന്റെ ഹബീബിനെ കണ്ടവരാ. മദീനക്കാരോട് വല്ലാത്ത ബഹുമാനം കാണിച്ചിരുന്നു. ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, മദീനക്കാരുണ്ടോ? കച്ചവട സംഘത്തോട് വിളിച്ചു ചോദിക്കും, ചുംബിക്കാൻ. അവർ റൗള ഷരീഫൊക്കെ കണ്ട ആൾക്കാര് നിങ്ങളുടെ ഈ നാട്ടിലേക്ക് വരുമ്പോ, എന്താ ഷാദുലി, കക്കാട് സ്ഥലത്തെ എന്താ പറയാ, കക്കാട്, അപ്പൊ അവരെ പിടിച്ച് ചുംബിക്കണ നല്ലതാ. റൗള കണ്ട ആൾക്കാരല്ലേ മുഅ്മിനീങ്ങളെ, റൗള കണ്ട ആൾക്കാരല്ലേ. അങ്ങനെയൊക്കെ ഒരു ഭാവം നമുക്ക് വരെ, ഏത് കാലത്ത് വരാനാ? നമ്മളൊക്കെ ഭാഗ്യമില്ലാത്ത ആൾക്കാരാ. ഇവരുടെയൊക്കെ പ്രണയത്തിന്റെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ദ കെമിസ്ട്രി ഓഫ് ലവ്. നമുക്കത് വഴു പറയാൻ പറ്റിയ പരിപാടില്ല, കാര്യമല്ല. സുലൂക്കിന്റെ രാജകുമാരൻ അഹ്മദുൽ കബീർ റിഫായി ബാഗ്ദാദിലെ ഓരോ സുബഹി നിസ്കാരം കഴിഞ്ഞ് മുറ്റത്തിറങ്ങി മണ്ണുവാരും. മണ്ണുവാരി അതിൽ ചുംബിക്കും. ആളുകൾ ചോദിക്കും, മുഹമ്മദുൽ കബീർ എന്തുട്ട് ചെയ്യണ് മണ്ണ് ചുംബിക്കുന്നത്? അപ്പൊ പറയും, ഹാദിഹി തുർബത്തുൽ മദീന ഫീ ജദ്ദി, അവിടെയാണ് എന്റെ വെല്ലിപ്പയുള്ളത്, പരിശുദ്ധ റസൂൽ. ആളുകൾ ചോദിക്കും, ഇത് മദീനത്തെ മണ്ണല്ലല്ലോ, ഹാദാ ബഗ്ദാദ്, ഇത് ബഗ്ദാദ് അല്ലേ, ഇത് മദീനയിലെ മണ്ണല്ലല്ലോ. ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, അഹ്മദുൽ കബീർ റിഫായി പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ്സ് എ കെമിസ്ട്രി ഓഫ് ലവ്. ഇതാണ് പ്രണയത്തിന്റെ രസതന്ത്രം. അത് ഞാൻ പറയാം, പൊട്ടത്തരാന്ന് നിങ്ങൾക്ക് തോന്നും. ഈ മണ്ണുണ്ടല്ലോ, ഞാൻ വാരിയെടുത്ത മണ്ണ്, എനിക്കറിയാം ഇത് ബാഗ്ദാദിലെ മണ്ണാണ്. പക്ഷേ ഞാൻ വാരിയെടുത്ത മണ്ണിനോട് ചേർന്ന് കിടന്നിരുന്ന ഇപ്പുറത്തൊരു മണ്ണില്ലേ, ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് കിടക്കുന്ന അതിന്റെ അപ്പുറത്തൊരു മണ്ണില്ലേ, ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് കിടക്കുന്ന അപ്പുറത്തെ മണ്ണ്. അങ്ങനെ ചേർന്ന് 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 ബഗ്ദാദ് കടന്നിട്ട് സൗദി അറേബ്യ കടന്നിട്ട്, അന്ന് സൗദി എന്ന് പേരുണ്ടോന്ന് എനിക്കറിയില്ല, ആ മരുഭൂമി കടന്നിട്ട് ജദ്ദീ, എന്റെ വെല്ലിപ്പ കിടക്കുന്ന റൗള ശരീഫില്ലേ, അൽ മദീനത്തുൽ മുനവ്വറ, ആ തിരുശരീരവുമായി ചേർന്ന് കിടക്കുന്ന മണ്ണില്ലേ, ആ മണ്ണെന്റെ വെല്ലിപ്പയെ തൊട്ടിട്ടല്ലേ കിടക്കണത്. അപ്പൊ എന്റെ വെല്ലിപ്പയെ തൊട്ട മണ്ണിനെ തൊട്ട മണ്ണിനെ തൊട്ട മണ്ണിനെ തൊട്ട മണ്ണിനെ തൊട്ട മണ്ണിനെയാണ് ഞാൻ ചുംബിക്കുന്നത്. വാവ്, അമേസിംഗ്.
നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരുമോ? നിങ്ങളെ ഷാദുലി പള്ളിയുടെ ഈ പറമ്പെന്ന് മണ്ണ് വാരി ഒരു ഉമ്മ കൊടുത്തിട്ട് പറയാ, കേട്ടാ കണ്ണൂര് മുട്ടി കിടക്കല്ലേ, കക്കാട്, കണ്ണൂര്, തലശ്ശേരി, മാഹി, വടകര, കോഴിക്കോട്, അങ്ങനെ 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 നിങ്ങൾ മദീനത്തേക്ക് പോവോ? ഞാൻ പോവോ? നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒന്നാണ്. മദീന സൃഷ്ടിച്ച വല്ലാത്തൊരു ഭാവമാണത്. അഹ്മദുൽ കബീരി പറയാ, എന്നിട്ട് റൗളയിൽ പോയി പറഞ്ഞു, വല്ലിപ്പ എല്ലാ ദിവസവും ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് മണ്ണാണ് ചുംബിച്ചിട്ടുള്ളത്. ഇന്നെനിക്കത് പോരാ, അങ്ങയുടെ തിരുകരം എനിക്ക് വേണം, എനിക്ക് ചുംബിക്കണം. അഹ്മദുൽ കബീർ റിഫാഈ തന്റെ വല്ലിപ്പയുടെ ഹളറത്തിൽ നിന്ന് പറഞ്ഞു, അന ഉഹൈമിദു യാ റസൂലല്ലാഹ്, ഞാൻ കൊച്ചു അഹമ്മദാണ് നബിയെ. ഇവരെന്നെ കബീർ അഹമ്മദ് എന്നാ വിളിക്കുന്നത്, അഹമ്മദുൽ കബീർ, വലിയ അഹമ്മദ് എന്ന്. അന ഉഹൈമിദു, ഞാൻ ചെറിയ അഹമ്മദാണ് നബിയെ, കയ്യു തരൂ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ പ്രവാചകൻ തന്റെ നൂറാനിയത്തിന്റെ തിരുകരം, തന്റെ രക്തം കിടക്കുന്ന ചേർന്നിരിക്കുന്ന ജനിതകമായ മണ്ണടരുകളുള്ള മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾക്ക് നീട്ടിക്കൊടുത്തു. ബഅദൽ വഫാത്ത്, മരണത്തിന് ശേഷമാണ്.